ബീവി നബി തങ്ങളോട് വന്ന് പറഞ്ഞു, നബിയെ, ഞാൻ റുഖിയ ചെയ്യുന്ന പെണ്ണാണ്. പാമ്പ് കടിച്ചതും വിഷം കയറിയതും സിഹർ സംഭവിച്ചതും കണ്ണേറ് കൊണ്ടതും ഒക്കെ ഉണ്ട്. അതൊക്കെ ദീനിലുള്ള കാര്യങ്ങളാണ്. കണ്ണേർ എന്നൊക്കെ നമ്മൾ വലിയ അന്ധവിശ്വാസമാണ് എന്ന്. അൽ ഐനു ഹഖ്ഖുൻ ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ്. കണ്ണേർ സത്യമാണ്. ഞാൻ അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നാൽ മതി. അങ്ങനെ സംഭവം ഉണ്ട്. എന്താണത് എന്ന് ഒരു ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ പറ്റൂല. ചില ആളുകളുടെ നാവിലൂടെ വരുന്ന വാക്കുകൾ, ചില ആളുകളുടെ ചില നോട്ടങ്ങൾ, അതിലൂടെ പിശാചിന്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത് സത്യമാണ്. അത് വിശ്വസിക്കുന്നതിന് 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിമിനൊന്നും ഒരു കുഴപ്പമില്ല. അത് 40-ാം നൂറ്റാണ്ടിലും വിശ്വസിക്കാൻ ഒരു കുഴപ്പമില്ല. അത് ഹഖാൻ, ഹബീബിന്റെ ഹദീസാണത്. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ സത്യമാണ്. നാട്ടിലുണ്ടാവും അതിൻ്റെ അനുഭവങ്ങളൊക്കെ. ചില ആൾക്കാർ ഇങ്ങനെ നോക്കിയിട്ട് നല്ല കാഴ്ച കിടക്കും, തെങ്ങ് എന്താ ഇപ്പം ഇങ്ങനെയല്ലേ, കുട്ടികളും മക്കളായിട്ട് കുറേ ഉണ്ടല്ലോ, 2 ദിവസം കൊണ്ടങ്ങ് ഒഴിഞ്ഞു വീഴുന്നതൊക്കെ. പിന്നെ തെങ്ങിൽ ജന്മത്തിൽ അതിന് കായ ഉണ്ടാവില്ല. ചില ആളുകൾ അങ്ങനെയാണ്. അവർക്കത് പറയാതിരിക്കാം. അവരെന്ത് മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. അത് പറഞ്ഞാൽ ആ കേട് തീരും. പക്ഷെ അവർക്ക് പറയാൻ തോന്നൂല. എന്തെങ്കിലും ചെറിയ കുട്ടികൾക്ക് മാഷാ അല്ലാഹ് എന്ന് പറയാണ്ട് നല്ല മൊഞ്ചുള്ള കുട്ടിയാണല്ലോ എന്നങ്ങ് പറഞ്ഞ ആ കുട്ടിക്ക് പിന്നെ അസുഖങ്ങളോട് അസുഖം. ചില ആളുകൾ, ഇത് അന്ധവിശ്വാസമല്ല, ഇത് നബി തങ്ങൾ പഠിപ്പിച്ചതാണ്, തങ്ങളുടെ ഹദീസാണിത്. പിന്നെന്താ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം? അൽ ഐനു ഹഖ്ഖുൻ, അത് സത്യമാണ്. ഒരു സ്വഹാബി തലകറങ്ങി വീണിട്ടുണ്ട് നബി തങ്ങളുടെ കാലത്ത്. സഹൽ റളിയല്ലാഹു അൻഹു തലകറങ്ങി വീണു. ഒരു കുളം ഉണ്ടായിരുന്ന മദീനത്ത്. അത് കുളിക്കാൻ വേണ്ടി ഇറങ്ങിയത്. മുമ്പ് കുപ്പായ കഴിച്ചപ്പോൾ നല്ല ഭംഗിയുള്ള മനുഷ്യനായിരുന്നു, നല്ല തൊലി നിറമുള്ള ആളാ. ആരോ ഒരു കണ്ണൻ അവിടെ ഉണ്ടായിരുന്നു. ഇവരങ്ങ് തലകറങ്ങി വീണു. അങ്ങനെ സ്വഹാബികൾ ഇവരെ നബി തങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി കിടത്തി. നബി തങ്ങൾ ചോദിച്ചു, എന്താ സംഭവിച്ചത്? പറഞ്ഞു, നബിയെ കുളിക്കാൻ വേണ്ടി നല്ല റാഹത്തിൽ ഇറങ്ങിയതാ, പിന്നെ വീണടക്കണതാ കണ്ടത്. തങ്ങളിങ്ങനെ ചോദിച്ചു, ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ, എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അപ്പൊ ഒരാളുടെ പേര് പറഞ്ഞു. അങ്ങനെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അയാളെ വിളിക്കുന്നു പറഞ്ഞു. തങ്ങൾ അയാളോട് വരാൻ വേണ്ടി പറഞ്ഞു. വുളു എടുക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് അയാളുടെ വുളുഇന്റെ വെള്ളം ഒരു പാത്രത്തിൽ ശേഖരിക്കാൻ പറഞ്ഞു. മുഖം കഴുകുമ്പോൾ ആ ഉറ്റുന്ന വെള്ളം എടുത്തു, കൈ കഴുകി, തല കാലൊക്കെ കഴുകി ആ വെള്ളമൊക്കെ എടുത്തു. എന്നിട്ട് ഈ ബോധം കെട്ട് കിടക്കുന്ന മനുഷ്യന്റെ ദേഹത്ത് വിതറാൻ വേണ്ടി പറഞ്ഞു, സ്പ്രേ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അയാളെ കഴിക്കുന്നു. തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഒരു സഹോദരൻ അല്ലാഹു ഒരു നിഅമത്ത് ചെയ്താൽ ഫബർരികൂ, ബാറക്കല്ലാഹ് എന്ന് പറയണം. നമ്മളെക്കാളും ആരോഗ്യവും ഭംഗിയും ചൊറുക്കൊക്കെ ഉണ്ടെങ്കിലേ ബാറക്കല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്നാ പറയാ. ചൊറുക്ക് എന്നല്ല പറയാ, കണ്ണേറായി പോകും. ബാറക്കല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെക്കാളും അനുഗ്രഹമുള്ള ആളുകളെ കാണുമ്പോൾ ബാറക്കല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല ഭംഗിയുള്ള പുതിയാപ്പിളയും പുതിയ എണ്ണുമാണ്, ഒരു നല്ല ചേർച്ചയുള്ള ഭാര്യയും ഭർത്താവും അല്ലേ, ബാറക്കല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അങ്ങനെ പറയാ, എന്നല്ലാതെ കണ്ണു കുളിച്ചു പോരരുത്. സിഹർ അതുപോലെയുള്ള മാരണങ്ങൾ എന്ന് പറയേണ്ടതില്ല. ലോകാടിസ്ഥാനത്തിൽ തന്നെ ഈ ഒരു ദുൽമ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്.